വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആൻഡ് യു വാച്ചിങ് ക്രിയേറ്റിവിറ്റി ഹോബീസ്. സോ ഗൈസ്, നമ്മുടെ കമ്പനിയിൽ കണ്ട പോലെ തന്നെ ഇത് നമ്മുടെ വിഷയം എന്ന് പറഞ്ഞ തലയിലത്തെ പെയിനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ, മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതിനേക്കാൾ മുന്നേ ഒരു കാര്യം പറയാം, ഇതൊരിക്കലും പ്രൊമോഷൻ വീഡിയോ അല്ല. എൻ്റെ കാര്യം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതും എനിക്ക് പറ്റിയതും അതൊക്കെ ഞാൻ ഇതിനോട് ഷെയർ ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പോൾ വലിയ ഉപകാരമില്ലാത്ത വീഡിയോസ് ആയിരുന്നു അതൊക്കെ. പിന്നെ ഇതും അതുപോലത്തെ വീഡിയോയ്ക്ക് തന്നെ ആവില്ല നിങ്ങൾ വിചാരിക്കണം. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്യാൻ 100% നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, എന്തായാലും വർക്കിംഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വീഡിയോ പോകാം. അപ്പോൾ ഗൈസ്, നല്ല സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയായിരിക്കും ഈ പെൻ. അപ്പം തൊട്ടപ്പുറത്തേക്ക് കുട്ടിയുടെ കയ്യിൽ പാൻ ഉണ്ടെങ്കിൽ നമ്മുടെ തലയ്ക്ക് എന്തായാലും പാൻ വരും. അപ്പോൾ എൻ്റെ തലയിലൊക്കെ ഇങ്ങനെ പാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പാൻ ഇരിക്കും, എന്നിരും അന്ന് ഈരില്ലെങ്കിലോ മുത്തശ്ശിക്കുള്ള വീട്ടിലാണെങ്കിൽ എന്തായാലും നിൽക്കും. അങ്ങനെ എനിക്കും കേട്ടിട്ടുണ്ടായിരുന്നു കുറേ. അപ്പോൾ ഞാനിങ്ങനെ എന്നിങ്ങനെ പാൻ ഇരിക്കും. പക്ഷേ ഞാൻ വിചാരിച്ചാൽ ഇനിയിപ്പോൾ പാൻ എനിക്ക് കൊന്നില്ലെങ്കിൽ കൂടും, നല്ല പോലെ കൂടും. എന്നാൽ പാൻ എനിക്ക് കൊന്നാലും കുറയും, അല്ലാണ്ട് ഫുള്ള് പോവോ അതുമില്ല. ഇതാണ് ശരിക്കും പറഞ്ഞ അവസ്ഥ. അപ്പോൾ ഞാനിങ്ങനെ കുറേ ആലോചിച്ചിട്ട് ഓരോ പ്രൊഡക്ട്സ് ഇങ്ങനെ വാങ്ങി തുടങ്ങി. അങ്ങനെ അതും ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ് ഒന്നല്ല, റാൻഡമായിട്ട് പ്രൊഡക്ട്സ് ആയിരുന്നു ഞാൻ വാങ്ങിയിട്ടൊക്കെ. അപ്പോൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങി സംഭവം പറ്റി അവർ പറഞ്ഞ പോലെ എന്തെങ്കിലും അവർ പറഞ്ഞ മെത്തേഡ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ പറ്റി നമ്മൾ ഞാൻ വിചാരിക്കും പാൻ പോയി നല്ല അടിപൊളി കൊള്ളാം പ്രൊഡക്ട്സ് ആണല്ലോ എന്നൊക്കെ ഞാൻ പറയും. എന്നിട്ട് ഞാൻ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരുപാട് കാര്യം കണ്ടിട്ട് അങ്ങനെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പാനിൽ കൊല്ലുമ്പോൾ വീണ്ടും പാൻ. അപ്പോഴും അവിടെ പാൻ ഫുള്ളായിട്ട് പോയിട്ടുണ്ടാവില്ല, അവിടെ പാൻ കുറയുള്ളൂ. ഞാൻ അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് വാങ്ങി കാശ് കളഞ്ഞിട്ടുണ്ട്. എന്തോ ഒരു പ്രൊഡക്ട്സ് ഞാൻ വാങ്ങിക്കണമെന്ന് അറിയാം. പക്ഷേ ഞാൻ തോറ്റ് കൊടുത്തിട്ട് ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ, ഈ പാൻ വെച്ച് നടക്കാതെ വേറെ വിദ്യ എനിക്ക് തന്നിട്ടില്ല. ഞാനങ്ങനെ എൻ്റെ തലയിൽ ഒരു ഇൻഫെക്ഷൻ വന്നു. എന്നിട്ട് അത് പാൻഡ് ചെയ്യുന്നു ആ ഇൻഫെക്ഷൻ. എന്നിട്ട് ഇൻഫെക്ഷനൊക്കെ വന്ന ആകെ സീനായിരുന്നു കേട്ടോ. ഞാൻ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ ഒരു പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഇത്രയും വർക്കിംഗ് ആവുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ച് ഇനി എന്തിനും തോറ്റ് കൊടുത്തു വരെ വിചാരിച്ചു. ഇത്രയ്ക്ക് വർക്കിംഗ് ആയിരുന്നു. അത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കാം. ഞാൻ പല സംഭവങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ 100% നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം കേട്ടോ. അപ്പോൾ അത് ഇത്രയും വർക്കിംഗ് ആകുമെന്ന് ഞാനും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് ഈ കാണുന്ന ഐവേര ഷാമ്പു. ഇതാണ് ആ സംഭവം കേട്ടോ. ആള് നല്ല കില്ലാടി കാണാണ്ട് ആള് ഇവിടെ ഇരുന്നോട്ടെ, ഇതിൻ്റെ ഉള്ളിൽ ആൾ ഇരുന്നോട്ടെ, ആള് കില്ലാടിയാണ്. അതായത് ഇത് ഐവേര ഷാമ്പു ആണ്. ഞാൻ ഇതിനെ പറ്റി പറയാം. ഇതായത് നമ്മുടെ തലയിൽ ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ടുള്ളവരുണ്ടാവാട്ടെ. എനിക്ക് നമ്മുടെ തലയിൽ വന്നപ്പോഴാണ് ഇതിനെ ഞാൻ പരിചയപ്പെടുന്നതും ഇത് ആരാന്ന് അറിഞ്ഞതും ഇതിന്റെ ഉപയോഗം എന്താണെന്ന് അറിഞ്ഞതും. ഞാൻ ഇത് എൻ്റെ തലയിൽ ഇൻഫെക്ഷൻ വന്നപ്പോഴാണ് കേട്ടോ. എൻ്റെ ഫാമിലിക്ക് വളരെയധികം ഉപയോഗം. എൻ്റെ ഫാമിലിയിൽ കുറച്ച് പേർക്ക് ഉണ്ടായിരുന്നു, തലയിൽ പാൻ കുറച്ച് പേർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവരും ഇതുപോലെ തന്നെ ഇങ്ങനെ ഓരോ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങി ഉപയോഗിച്ചിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് അവർ ഈ പറഞ്ഞ തോറ്റു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ മുന്നിൽ ആർക്കും തോറ്റു കൊടുക്കാനാവില്ല. ഓക്കെ, ഇത് 100% വിജയം മാത്രമാണ് ഇത് ഉപയോഗിച്ച ഐവേരയാണ് ഷാമ്പു. ഇത് നമുക്ക് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഷോപ്പിൽ മെഡിക്കൽ ഷോപ്പിലായിരിക്കും ഇത് പോയി വാങ്ങിക്കാനായിട്ട് കിട്ടുക. ഇതിന് അത്രയ്ക്ക് വിലയൊന്നുമില്ല. ഐ തിങ്ക് 100 അത്രയ്ക്ക് സംതിങ് ആണെന്ന് തോന്നുന്നു. ഇതിന് കറക്റ്റ് റേറ്റ് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഇതിനെ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ പറ്റി പറയാം. ഇതാണ് ഐവേര ഷാമ്പു. ഇതിൻ്റെ ബോട്ടിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ ബോട്ടിൽ. കണ്ടോ, ഇതിനുള്ളിൽ ഒരു യെല്ലോ ടൈപ്പുള്ള ഷാമ്പു ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. യെല്ലോയിഷ് കളറിലെ ഷാമ്പു ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. കാണാൻ പറ്റുന്നതൊക്കെ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും യെല്ലോ കളറല്ല. അപ്പോൾ ഇതിൻ്റെ യെല്ലോ കളറാണ് ഷാമ്പുവിന്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനേക്കാളും മുന്നേ ഇതിൻ്റെ തന്നെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട് ബോക്സിൻ്റെ. അതുപോലെ തന്നെ QR കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ QR കോഡിൽ തെറ്റി പറഞ്ഞാൽ ഈ QR കോഡിൽ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതും ഈ QR കോഡിൽ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ വരും. ഇത് സ്കാൻ ചെയ്താൽ, അപ്പോൾ ഞാൻ ആ QR കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ സ്കാൻ ചെയ്താൽ മതി. ഈ QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾ നേരെ യൂട്യൂബിൽ പോയിട്ട് ഒരു വീഡിയോ വരും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യാം കേട്ടോ. സംഭവം ചേർത്താം ഹൗ ടു അപ്ലൈ എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സംഭവം ബോക്സ് തന്നെ ഉണ്ട്. എങ്ങനെ എന്നാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. അതായത് ആദ്യം തന്നെ തല ഒരു വെള്ളം ഒഴിക്കാം. നല്ല കുറേ വെള്ളം ഒഴിക്കണം കേട്ടോ. നല്ല പോലെ നമ്മൾ തലയ്ക്ക് എത്തണം. മുടിയിലേക്കല്ല വെള്ളം വേണം, നമുക്ക് തലയിലേക്കാണ് വെള്ളം വേണം. അതായത് ഈ മുടി എന്ന് പറഞ്ഞാൽ ഈ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞതാണ്. നമുക്ക് മുടിക്ക് വെള്ളം കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് തലയ്ക്കാണ് വെള്ളം വേണ്ടത്. അപ്പോൾ ഈ തലയ്ക്ക് നല്ല പോലെ വെള്ളമാക്കിയിട്ട്, കാരണം വെള്ളം കുറഞ്ഞാൽ നമുക്ക് ഈ മരുന്ന് കറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നല്ലപോലെ വെള്ളമാക്കിയിട്ട് ഇതിലേക്ക് നമ്മുടെ കൈക്ക് കുറച്ച് ഷാമ്പു എടുത്തിട്ട് നല്ലപോലെ അപ്ലൈ ചെയ്യാം കേട്ടോ. നല്ലപോലെ മസാജ് കൂടി ചെയ്യണേ. അല്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ നമ്മൾ സോപ്പ് പോലെ വെറുതെ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് കളയില്ല. നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് കുറച്ച് നേരം മസാജ് ചെയ്യാം. എല്ലാ സ്ഥലത്തേക്കും പാൻ ഈ ബാക്കിൽ നമ്മുടെ ഒരു ചെറിയൊരു കുഴി പോലത്തെ സംഭവം ഉണ്ടാവില്ല, എനിക്ക് കറക്റ്റ് പറയാറില്ല, അതുകൊണ്ടാണ്. നമ്മുടെ ബാക്കിൽ ആ ഒരു ഭാഗത്തൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്യാം കേട്ടോ. നല്ലപോലെ അപ്ലൈ ചെയ്ത് നല്ലപോലെ മസാജ് ഒക്കെ ചെയ്തിട്ട് എന്നിട്ട് കുറച്ച് നേരം ഒരു 15 മിനിറ്റോളം ഇത് അപ്ലൈ ചെയ്തിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പാൻ ഇങ്ങനെ കൊഴിയാൻ വരെ ചാൻസ് കേസ്. നല്ല വർക്കിംഗ് ആയിട്ടുള്ള സംഭവമാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം അങ്ങനെ 15 മിനിറ്റ് ഇരുന്നിട്ട് കഴുകിക്കളയാം. 15 മിനിറ്റ് ഇരുന്നാൽ കഴുകിക്കളയാം. ഇത് കഴുകിക്കളഞ്ഞിട്ട് നമ്മൾ തല നല്ലപോലെ തുടയ്ക്കാം. സാധാരണ നമ്മൾ കുളി കഴിഞ്ഞ് വരില്ലേ, തല കുളിച്ചിട്ട് വരില്ലേ, എന്നിട്ട് നല്ലപോലെ തുടച്ച് ഫാൻ്റെ ചോട്ടിലിരിക്കുക. ഇതിന് തല നമുക്ക് ഉണങ്ങണം, തല നല്ലപോലെ ഉണങ്ങണം. എന്നിട്ട് തല ഉണങ്ങിയതിന് ശേഷം ഫുൾ ഉണങ്ങിയതിന് ശേഷം ചെടക്ക് തീർത്തിട്ട് നമ്മൾ തലമുടി പാൻ ചേർക്കൊണ്ട് വേണം ഇറങ്ങി. അങ്ങനെ ഇരുമ്പോൾ കുറേ പാൻ വരും, കുറേ പാനൊക്കെ കിട്ടും. അത് കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ അതോടുകൂടി ഇവിടുത്തെ പ്രോസസ്സ് അങ്ങോട്ട് തീരാണ്.
ഇത്രയ്ക്കുള്ളൂ ഈ ഷാമ്പൂവിന് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ചെയ്താൽ ഗൈസ് ഫുൾ വർക്കിംഗ് ആണ്. ഫുൾ വർക്കിംഗ് ആണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ മറക്കണ്ടത്. എൻ്റെ തലയിൽ ഞാൻ ഗൈസ് ഇന്നും കൂടി വരെ അപ്ലൈ ചെയ്തുള്ളൂ. ഇതിങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ കുറച്ചും കൂടി പറഞ്ഞുതരാം. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. സംഭവം ചോദിച്ചാൽ നല്ലപോലെ തലയിൽ വെള്ളാക്കിയിട്ട് ഷാമ്പൂ നല്ലപോലെ ഇട്ടിട്ട് മസാജ് ചെയ്യുക. അതിനുശേഷം മസാജ് ചെയ്തിട്ട് കഴുകി കളയണ്ട. 15 മിനിറ്റ് ഇരിക്കുക. 15 മിനിറ്റ് ഇരുന്നതിന് ശേഷം കഴുകി കളയാം. അങ്ങനെ കഴുകി കളഞ്ഞിട്ട് വീണ്ടും കഴുകി കളഞ്ഞ് പിന്നെ തലയൊക്കെ തോർത്തി ഉണങ്ങാനായിട്ട് ഫാൻ ചോട്ടിലിരിക്കുക. എന്നിട്ട് ചിരക്ക് തീർത്തിട്ട് ഫുൾ ഉണങ്ങി കഴിഞ്ഞിട്ട് ചിര തീർത്താൽ മതിയാ. ചിര തീർത്തിട്ട് എന്നിട്ട് വേണം നമ്മൾ തല പാൻ ചെറുക്കൊണ്ട് തീരുക. എന്നിട്ട് പാൻ കൂട്ടിക്കൊല്ല. എന്നിട്ട് പാൻ കീറി കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് പോയി തല കുളിക്കുക. അതായത് ഷാമ്പൂ എന്നിട്ട് കുളിക്കണമെന്നില്ല. എന്നിട്ട് നിങ്ങൾ കുളിക്കുമ്പോൾ സാധാരണ വെള്ളം കുറച്ച് വെള്ളം മതിയേ നമ്മുടെ തലയിലൊന്ന് ആക്കി കൊടുക്കുക. സോപ്പ് ഒന്നും ഇടണ്ട. ഈ ഷാമ്പൂ ഇട്ട് കഴിഞ്ഞ് സോപ്പ് ഒന്നും നിങ്ങൾ ഇടണ്ട. സാധാരണ കുറച്ച് വെള്ളം എടുത്ത് തലയിൽ വയ്ക്കുക. എന്നിട്ട് തോർക്കുക. അപ്പോൾ അത്രയ്ക്കാണ് അവിടെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെയും വിചാരിച്ചാൽ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കഴിഞ്ഞിട്ട് പാൻ നിങ്ങൾ തലേന്ന് പോയില്ലെങ്കിൽ വീണ്ടും ഈ പ്രോസസ് ചെയ്യാം. 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇത് ചെയ്യാം. 2-3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യുക. അപ്പോൾ നിങ്ങൾ തലേന്ന് ഫുൾ പാൻ പോയിട്ടുണ്ടാവും. 100% ഞാൻ ഫുള്ളായിട്ട് പാൻ തന്നെ പോയിട്ടുണ്ടാവും. ഇത് നിങ്ങൾക്ക് ആഴ്ചയിലൊന്നും ചെയ്യേണ്ട ഈ പ്രോസസ്സ്. ഇത് നിങ്ങളൊരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതിങ്ങനെ ഇട്ട് കുളിക്കാം. ഇപ്പം ആഴ്ചയിൽ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ തലയിൽ പാൻ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ആഴ്ചയിൽ ചെയ്യാൻ ഞാൻ മാസത്തിലാണ് ചെയ്യാറ്. മാസത്തിൽ ഒരു പ്രാവശ്യം ഇത് കുളിക്കുക. അല്ലെങ്കിൽ മാസത്തിൽ 2-3 എത്ര വർഷത്തിൽ വേണമെങ്കിൽ കുളിച്ചത് നിങ്ങൾ കുഴപ്പമില്ല കേട്ടോ. അപ്പം ഇത് നല്ല വർക്കിംഗ് ആണ്. അപ്പോൾ പിന്നെയും വെച്ചാൽ ഇത് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം ഗൈസ്. ഇത്രയ്ക്കും വർക്കിംഗ് ആയിട്ടുള്ള സംഭവമാണ് ഗൈസ്. ഇതിൻ്റെ റേറ്റ് നമുക്ക് ഗൈസ് 130 രൂപയാണ് ഗൈസ്. ഇതിൻ്റെ റേറ്റ് 130 ഇതിൻ്റെ റേറ്റ്. അപ്പം ഇത് ഇത്രയ്ക്കാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തലയിൽ പാൻ ഒരിക്കലും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നിറച്ചും പാനാണെങ്കിൽ ഇത് നിങ്ങൾ ആദ്യം ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ ഇടാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 4-5 ദിവസം വേണ്ട, ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഷാമ്പൂ ഇടാം. എന്നിട്ട് നല്ലപോലെ കുളിക്കുക. ഷാമ്പൂ കുളിച്ചിട്ട് അപ്പോൾ നിങ്ങൾ 2 പ്രാവശ്യം ഇട്ട് കഴിക്കാൻ മതി. തലേന്ന് ഒട്ടുമിക്ക പാൻ പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെയും വിചാരിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ 30 മില്ലി ആയിരിക്കും ഈ ഒരു ഇതിലുണ്ടാവുക. ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക കടയിൽ നിന്ന് പോയിട്ട് വരും നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാം. ഞങ്ങളുടെ ഇവിടെ 130 രൂപയാണ്. ഇതിനെന്തെങ്കിലും എല്ലാ സ്ഥലത്തും 130 രൂപയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് വർക്കിംഗ് ആയിട്ട് എന്തെങ്കിലും വർക്കിംഗ് ആയോ എന്നല്ല. അപ്പോൾ വർക്കിംഗ് പറഞ്ഞു വരുന്നുണ്ട് ഞാൻ. അപ്പം ഇത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ അത് പാൻ എന്നിട്ട് പോയോ എന്നൊക്കെ കമൻറ്റ് ചെയ്ത് പറയണേ. ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി കേട്ടോ. അല്ലാണ്ട് ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്തിരിക്കുന്നു വെച്ചാൽ നിങ്ങൾ എന്തായാലും അനുഭവിച്ചിട്ടുണ്ടാവും.